അപ്പോൾ ഹായ് ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് താഴത്തെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തേന്ന് വെച്ചാൽ നമ്മുടെ സമ്മറിൽ അല്ലെങ്കിൽ വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്നിനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അതായത് ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം വേനൽക്കാലത്ത് നല്ല ചൂടാകുമ്പോഴത്തേന് നമുക്ക് ചൂട് കൂടുമ്പം നമ്മുടെ മുഖമൊക്കെ നല്ല വരണ്ട് ഒരുമാതിരിയാകും. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഒരു സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, പുറത്തൊക്കെ പോകുമ്പോഴത്തേന് നമ്മൾ അത്യാവശ്യം ഒരു കുഞ്ഞു ബോട്ടിലിൽ നിങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കരുതി വേണം പുറത്തൊക്കെ പോകാനായിട്ട്. കാരണം നമ്മൾ ബാഗോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ബോട്ടിലിനകത്ത് വെള്ളം എപ്പോഴും മസ്റ്റായിട്ട് കൈ കരുതണം. എപ്പോഴും നമ്മൾ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം സ്കിന്ന്. എന്നാലേ നമ്മൾ നല്ല ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം ജലാംശം നമ്മുടെ സ്കിന്നിൽ വേണം, എങ്കിൽ മാത്രമേ നല്ല ഗ്ലോ ആയിട്ടൊക്കെ സ്കിൻ ഇരിക്കത്തുള്ളൂ. അപ്പം മസ്റ്റായിട്ട് കയ്യിൽ എപ്പോഴും വെള്ളം കരുതണം. പിന്നെയെന്ന് പറയുന്നത്, നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഉപയോഗിക്കണം. അതിപ്പം പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്ഷനാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം. അപ്പം അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങളുടെ സ്കിൻ നല്ലതാവത്തേ ഉള്ളൂ. അപ്പം മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഇത് SPF 50 അടങ്ങുന്ന സൺസ്ക്രീൻ വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് പറഞ്ഞത് വെള്ളം നന്നായിട്ട് കുടിക്കുക, പിന്നെ സൺസ്ക്രീൻ. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും പുറത്തേക്കൊക്കെ വേനൽക്കാലം നമ്മൾ പോവുകയാണെങ്കിൽ ഒരു കുട അല്ലെങ്കിൽ തൊപ്പി അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സ് അങ്ങനത്തെയൊക്കെ കരുതുന്നത് എപ്പോഴും നമുക്ക് ഈ ചൂടിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. അപ്പം അത് നമ്മൾ കരുതാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫേസ് മാസ്കുകൾ നമ്മൾ ഉപയോഗിക്കണം. അതായത് ഫേസ് മാസ്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അലോവേറ ജെല്ല് അല്ലെങ്കിൽ അങ്ങനത്തെ ഫേസ് മാസ്കുകൾ കാണും, അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നാച്ചുറലായിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫേസ് പാക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിച്ചാൽ നമ്മുടെ മുഖം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്കിപ്പം ഓട്സൊക്കെ ഇല്ലേ, ഓട്സ് പൊടിച്ചത്, അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് തൈരൊക്കെ മിക്സ് ചെയ്തൊക്കെ തേക്കുന്നത് നല്ലതാണ്. അപ്പം എപ്പോഴും ഈ വേനൽക്കാലത്ത് നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്താലും നമ്മൾ മസ്റ്റായിട്ട് തൈര് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം. കാരണം തൈര് എപ്പോഴും നമ്മുടെ മുഖത്തെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനത്തെ പാക്കുകൾ നമ്മൾ ഡെയിലി ഇടണ്ട, ഒരു വീക്കിലേക്ക് നമുക്ക് അറിയാവുന്ന പാക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അലോവേറ ജെല്ല് യൂസ് ചെയ്തുള്ള പാക്കുകൾ നല്ലതായിരിക്കും. കാരണം ചൂടാകുമ്പോഴത്തേന് നമ്മുടെ ശരീരത്തെ ഒന്ന് കൂളാക്കാനായിട്ടും വാട്ടർ കണ്ടൻറ്റൊക്കെ നിലനിർത്താനായിട്ടൊക്കെ അലോവേറ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കറ്റാർവാഴ അങ്ങനത്തെ ഫേസ് പാക്കുകൾ യൂസ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെയെന്ന് പറയുന്നത്, നമുക്ക് ആപ്റ്റായിട്ടുള്ള, അതായത് നിങ്ങളുടെ ആ ഒരു ക്ലൈമറ്റിന് ആപ്റ്റായിട്ടുള്ള നമ്മൾ മോയ്സ്ചറൈസറും അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം സമ്മർ ആകുമ്പോഴത്തേന് ഒരുപാട് ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആകും. അപ്പോൾ ഒരിക്കലും ഡ്രൈ ആകാനായിട്ട് ഇടവരുത്തരുത്. ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൂടായിരിക്കും. ചൂടത്ത് നമുക്ക് വേർത്ത് കഴിയുമ്പം ഇതെല്ലാം നമുക്ക് ഒലിച്ചു പോകും. മാത്രമല്ല, ഈ ചൂടുള്ളപ്പം ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ. അപ്പം മിനിമം മേക്കപ്പ് മാത്രമേ പാടുള്ളൂ സമ്മർ സീസണിൽ. ഫ്രൂട്ട്സ് നമ്മൾ മസ്റ്റായിട്ട് കഴിക്കണം സമ്മറിൽ. കാരണം നമ്മൾ ഈ പുറമേ ഉള്ളത് ചെയ്യുന്നതല്ലാതെ ഉള്ളിലേക്കുള്ളത് നന്നായിട്ട് ചെയ്യണം. അതായത് ഇപ്പം മുട്ട, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വാട്ടർമെലൺ, അതായത് തണ്ണിമത്തനൊക്കെ നല്ല ബെസ്റ്റാണ്. പിന്നെ കുക്കുംബർ കഴിക്കണം, അതുപോലെ തണ്ണിമത്തന്, ഇതൊക്കെ മസ്റ്റായിട്ട് നമ്മൾ കഴിക്കണം. കാരണം വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയ ഫ്രൂട്ട്സാണ് ഇതൊക്കെ. ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അതായത് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ഫുഡിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം, സ്ട്രെസ്സൊന്നും ഇല്ലാതിരിക്കണം, കറക്റ്റായിട്ട് ഉറങ്ങണം. ഇതൊക്കെ നമ്മൾ ചെയ്താൽ ഒരു പ്രോപ്പർ സ്കിൻ കെയർ അല്ലെങ്കിൽ പ്രോപ്പർ സമ്മറിൽ
പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ സിമ്പിൾ ടിപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഒരു പരിധിവരെയൊക്കെ നമുക്ക് സമ്മറിൽ ഒക്കെ നല്ലതായിട്ട് ഇരിക്കും നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.